അങ്ങനെ പാതിരാത്രി മൂവിയും കണ്ടു. ഈ ആഴ്ച ഇറങ്ങിയ 5ാമത്തെ മൂവിയാണ് ഞാനിത് കാണുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഒരു 4 മൂവികൾ കൂടി ഈ ആഴ്ച ഇറങ്ങിയത് കണ്ടിരുന്നു. അതിൻ്റെ റിവ്യൂ വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ എല്ലാ റിവ്യൂ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പാതിരാത്രി മൂവി ഒരു ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന മൂവിയാണ്. അപ്പോൾ ഇതിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ നാച്ചുറലായിട്ടുള്ള അവരുടെ സംസാരം, അവരുടെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ റോന്ത് മൂവി ഇറങ്ങിയിരുന്നു, അതിലും നൈറ്റ് പട്രോളിങ് അങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ടാണ് അത് പുരോഗമിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലും അങ്ങനെ ഇവരുടെ ആ പോലീസ് സ്റ്റേഷനിലെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണോ ആ രീതിയിൽ അവർക്ക് കൊടുക്കുന്ന ചുമതലകൾ അത് നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഈ സിനിമയുടെ കഥാകാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കയറുന്നില്ല. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. കാരണം കണ്ട് മനസ്സിലാക്കേണ്ട, എൻജോയ് ചെയ്യേണ്ട സിനിമ തന്നെയാണിത്. അപ്പോൾ ഇതിൽ ഒരാൾ മിസ്സിങ് ആകുന്നു. ആ മിസ്സിങ് ആകുന്ന ആൾക്ക് എന്ത് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് സിനിമ പുരോഗമിക്കുന്നത്. അയാൾ ഉണ്ടോ ഇല്ലയോ, എന്താണ് മിസ്സിങ് ആയോ, അങ്ങനെയാണ് സിനിമ പുരോഗമിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ സിനിമ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറേ വഴിത്തിരിവുകൾ, ട്വിസ്റ്റുകളൊക്കെ വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആ ഒരു കഥയുടെ കാര്യം അവിടെ നിർത്തിയിട്ട് മറ്റൊരു കാര്യം പറയാം. ഇതിൻ്റെ ഡയറക്ടർ രത്തീനയാണ്. ഇതിൻ്റെ കഥ എഴുതിയ ആൾ ഷാജി മാറാടാണ്. അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് സാരംഗാണ്. ഞാൻ ഇവരുടെ പേരുകൾ പ്രത്യേകം പറയാൻ കാരണം എനിക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്ത കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസായിട്ട് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, രത്തീന നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ, അത് ഓക്കെയാണ്. അതേപോലെ ഷാജി മാറാട് നല്ലൊരു ക്രൈം ത്രില്ലർ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കാരണം തുടക്കത്തിൽ ഇത് ഒരു ചെറിയ സംഭവമായിട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് കുറേ സസ്പെൻസുകൾ, അതിൻ്റെ ഇടയ്ക്ക് കുറേ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്. അതിലുള്ള ഓരോ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ് സിനിമ പുരോഗമിക്കുന്നത്. ഒരു നാച്ചുറലായ രീതിയിലാണ് കഥയും എഴുതിയിരിക്കുന്നത്, അതിനനുസരിച്ച് ഡയറക്റ്റും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന ആൾ, അത് ഞാൻ പറയാൻ കാരണം അവസാനം പറയാം. അപ്പോൾ അങ്ങനെ പുരോഗമിക്കുന്ന സിനിമയിൽ നല്ല സസ്പെൻസുകളുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അവസാനം ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ എത്തുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ഒന്നാമത്തെ സംഭവം, ഫെലിക്സ് പുള്ളിക്ക് എന്താ സംഭവിച്ചത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമല്ല, ഇത് വേറൊരു കഥാപാത്രം. അപ്പോൾ ഫെലിക്സ് ഇതിൽ പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും പുള്ളിക്ക് പിന്നെ എന്തായി? പിന്നെ ഇതിലെ ആ കുറ്റകൃത്യങ്ങളുമായി പുള്ളിക്ക് ബന്ധമുള്ളതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനും അവസാനമാകുമ്പോഴേക്കും ഒരു ഉത്തരം കിട്ടുന്നില്ല. പുള്ളി ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ സിനിമയിൽ അവസാനമാകുമ്പോഴേക്കും നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിലൊരാൾ പിടിക്കപ്പെടുന്നുണ്ട്. കഥാപാത്രത്തിൻ്റെ പേര് സുരേഷ് കുമാർ മേനോനാണ്. അത് ആരാന്ന് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. പുള്ളിക്ക് ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് നീതി ലഭിച്ചോ? പുള്ളിക്ക് വേറെയും സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്, അതിനൊക്കെ പുള്ളിക്ക് എന്തായാലും കിട്ടേണ്ടത് കിട്ടണം. പക്ഷേ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് പുള്ളിക്ക് നീതി ലഭിച്ചോ? അതിനും ഒരു ഉത്തരവില്ലാതെയാണ് സിനിമ അവസാനിക്കുന്നത്. അതേപോലെ ഇതിലെ കഥാപാത്രങ്ങൾ, നവ്യ നായരുടെ അടുത്ത് ഒരാൾ എപ്പോഴും അടുത്തിരിക്കുന്നുണ്ട്. അവരും തമ്മിൽ ഒരു അടുപ്പമുള്ള പോലത്തെ ഒരു സീനുകളൊക്കെ അവർ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് ഇവർക്ക് അടുപ്പം ഉണ്ടോ ഇല്ലയോ, അല്ല ഇവർ അടുക്കുമോ, അങ്ങനത്തെ രീതിയിലുള്ള ചിന്തകൾ ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനും അവസാനമാകുമ്പോഴേക്കും ഉത്തരമില്ലാതെയാണ് സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. പിന്നെ അതേപോലെ ഇതിലെ പ്രതി, യഥാർത്ഥത്തിൽ വരുന്ന ആൾ, അത് ഈ സിനിമയുടെ ഇടവേള കുറച്ച് കഴിഞ്ഞതും തന്നെ ആരാണ് പ്രതി എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇടവേള കുറച്ച് കഴിഞ്ഞതും തന്നെ മനസ്സിലായി. കാരണം ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് എന്താണെന്ന് ഊഹിക്കാൻ കഴിയും. പൊതുവേ അങ്ങനെയാണ്. ചിലത് മാത്രമേ മിസ്സിങ് വരാറുള്ളൂ. അവർ വേറെ രീതിയിൽ കൊണ്ടുപോയിട്ട് അവസാനിച്ചിട്ട് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവസാനിക്കുന്ന സിനിമകൾ മനസ്സിലാവില്ല. പക്ഷേ ഇതിലെനിക്ക് മനസ്സിലായി. പക്ഷേ മിക്കവർക്കും ഇത് അങ്ങനെ മനസ്സിലാകില്ല. ഒരു വിധം സിനിമ എത്തുമ്പോഴേ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. പക്ഷേ എനിക്ക് ഇടവേള കഴിഞ്ഞെന്ന് തന്നെ കാര്യം മനസ്സിലായി. പക്ഷേ ആ ഒരു പ്രതി ചെയ്യുന്ന കുറ്റകൃത്യം ഇവിടെ കാണിക്കുന്നില്ല. അവിടെ പോയി നിൽക്കുന്നുണ്ട്, ഓക്കെ, പക്ഷേ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റർ
ശ്രീജിത്ത് സാരംഗ് അതേപോലെ ഡയറക്ടർ രത്തീനയൊക്കെ ചേർന്ന് തീരുമാനിച്ച് ആ രംഗം ഒഴിവാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകാം, അത് ഒഴിവാക്കിയതായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോൾ ആ ഒരു പ്രതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് കാണിക്കേണ്ട, അതൊരു സുഖം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടായിരിക്കാം. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്ക് ഇതിൽ എന്ത് സംഭവിച്ചു, അതും ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിലും സംഭവമൊക്കെ അവസാനമാകുമ്പോഴേക്കും കലങ്ങി തെളിഞ്ഞ പോലെ, വെള്ളം തെളിഞ്ഞ പോലെ ആയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ആൾക്ക് പിന്നെ എന്താണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഈ സിനിമയിൽ പൂർണ്ണമാക്കുന്നില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് യാതൊരു ലാഗും ഇല്ലാതെ, ബോറടിയൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻസുകൾ കുറേ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടും വഴിത്തിരിവുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ബന്ധങ്ങളുടെ ഒരു കഥ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് പാതിരാത്രി. എനിക്ക് ഈ സിനിമ കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടമായി, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, അതൊക്കെ ഒരു സിനിമയായതുകൊണ്ട് അങ്ങനെ അവശേഷിച്ചു എന്നേ ഉള്ളൂ. എങ്കിലും ഈ ഒരു സിനിമയെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ ഈ ഒരു കാര്യങ്ങളൊന്നും തടസ്സമാകുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുന്നത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം.